ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അശ്വിനും ആദു നല്ല ഉറക്കമാണ്. ഇന്നലെ ഞാൻ നേരത്തെ ഉറക്കിയാണ് ആദൂട്ടനെ. കാരണം ഇന്ന് ആദൂട്ടൻ്റെ ഫസ്റ്റ് സ്കൂൾ ട്രിപ്പാട്ടോ. സ്കൂളിന് വിസ്മയനേക്ക് ആദു നേരത്തെ ഉറങ്ങിയതുകൊണ്ട് കുറച്ച് രാവിലെ തന്നെ എഴുന്നേറ്റു. ആരും വിളിക്കേണ്ടി വന്നില്ല. അവൻ വേഗം എണീച്ച് വന്നു, റെഡിയായി. ഇന്ന് ചപ്പാത്തി ആയിരുന്നു അവൻ്റെ ഫേവറേറ്റ്. ചപ്പാത്തി കഴിച്ചു, ചായ കുടിച്ചു. നല്ല കുട്ടിയായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഉറക്കക്ഷീണം ഉണ്ടായിരുന്നില്ല. ആരും വിളിക്കാണ്ട് തന്നെ അവൻ എഴുന്നേറ്റേ. ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവൻ്റെ ക്ലാസ്സിൽ. സ്നാക്സ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് അല്ലാണ്ട് അതൊക്കെ ബാഗിലാക്കി കൊടുത്തു. വിസ്മയ പാർക്കായതുകൊണ്ട് തന്നെ 2 ജോഡി ഡ്രസ്സ് ഇട്ടെടുത്തു. അഥവാ വെള്ളത്തിൽ കീഴുന്നുണ്ടെങ്കിൽ നനയല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇന്ന് വെനസ്ഡേ യൂണിഫോം ആയിരുന്നു. അതുകൊണ്ടും ഭയങ്കര ത്രില്ലിലായിരുന്നു. ഫസ്റ്റ് ടൈമാണ്. എനിക്ക് കുറേ ടെൻഷനും ഉണ്ടായിരുന്നു. നമ്മളില്ലാണ്ട്, പേരൻസ് ഇല്ലാണ്ട് ഫസ്റ്റ് ടൈം അവൻ പോകുന്നത്. അങ്ങനെ ഞാൻ റെഡിയായി. പിന്നെ അശ്വിനും റെഡിയാവുന്നുണ്ട്. ആദൂട്ടനങ്ങനെ ഞാനും അങ്ങനെ കുറേ സ്നേഹപ്രകടനങ്ങളാണ് ആദൂട്ടനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കലാണ്. വെള്ളത്തിൽ കയറി സൂക്ഷിക്കണം, കുറേ ആൾക്കാരുണ്ടാവും, ടീച്ചേഴ്സ് നിൽക്കുന്നു, മാറിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അശ്വിനും കൂടി തന്നെ കൊണ്ടാക്കി. വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ. ആദൂട്ടനത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനും അച്ഛനും അമ്മയും ആദൂട്ടനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ കൊണ്ടാക്കി. തൊട്ടടുത്ത് തന്നെയായിരുന്നു സ്കൂള്. പേരൻസൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനും ആദൂട്ടനും സ്റ്റെപ്പ് കയറിപ്പോയി. കുറച്ച് പേരൻസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആദൂട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതൊക്കെ ആദൂട്ടൻ്റെ ഫ്രണ്ട്സും സ്കൂളിലെ മറ്റു കുട്ടികളൊക്കെയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് ആദൂട്ടന് മനസ്സിലാക്കിയത് അവൻ്റെ കൂളിംഗ് ക്ലാസ് എടുത്തിട്ടില്ല എന്ന്. പിന്നെ അവൻ എന്നോട് മിണ്ടിയിട്ടില്ല. കുറേ ദേഷ്യം പിടിച്ചിരുന്നു. പിന്നെ ഒരുവിധം സമാധാനിപ്പിച്ചു. അങ്ങനെ എല്ലാ കുട്ടികളും വന്നു തുടങ്ങി. കൃത്യം 8 മണിക്ക് എത്താൻ പറഞ്ഞു. 8:15 അവർ പോകുമ്പോൾ അങ്ങനെ കുട്ടികളുടെ എണ്ണൊക്കെ എടുത്തു ടീച്ചേഴ്സ്. ഇവൻ്റെ ക്ലാസ്സിൽ 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഈ മഞ്ഞ യൂണിഫോം ഇട്ടതാണ് ആദൂട്ടൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ, അവൻ്റെ ഫ്രണ്ട്സ്. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ UKG to 4th വരെയുള്ള കുട്ടികളാണ്. വിസ്മയിലേക്ക് പോകുന്നത്. എന്താണ് ദിവ്യ ടീച്ചർ, ഇവരെ ക്ലാസ് ടീച്ചർ. അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ ട്രിപ്പായിട്ട് കുട്ടികളെല്ലാവരും എത്തിച്ചേർന്നപ്പോൾ ഓരോരുത്തരായിട്ട് ബസ് പോയി ഓരോ ക്ലാസ് വൈസായിട്ട് പോവുകയാണ്. ഇതാണ് ഹെഡ് ടീച്ചർ ശ്രീജ ടീച്ചർ, ഇത് രചന ടീച്ചർ. ഇവരെ പേരൻസ് ആരും പോയില്ല കേട്ടോ. കഴിഞ്ഞ തവണ പോയിരുന്നു തോന്നുന്നു, തവണ ആരും പോയില്ല. ആദൂട്ടനും ഫ്രണ്ട്സൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. സാധാരണ അത് അങ്ങനെ വൊമിറ്റ് ചെയ്യാറൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഗുളിക കൊടുത്തില്ല. ഞാനും പിന്നാലെ പോയി. ഒരു ടെൻഷൻ, ഫസ്റ്റ് ടൈം അല്ലേ അവൻ പോകുന്നതെന്നുള്ളൊരു ടെൻഷനും അല്ല, ഞാനില്ലാതെ പോകാൻ തുടങ്ങി അവൻ വലുതായി എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സങ്കടവും തോന്നിപ്പോയി. പക്ഷെ അവൻ ഹാപ്പി ആയിരുന്നു. അങ്ങനെ എല്ലാ മക്കളും കയറി ഇതേ ബസ്സിലായിട്ടാണ് പോയത്. ടൂറിസ്റ്റ് ബസ് മേരീസ്. അവനെ അങ്ങനെ സ്കൂൾ ട്രിപ്പ് പോയതിന് ശേഷമാണ് ഞാനും അശ്വിനും വീട്ടിലേക്ക് വന്നത്. ബസ് പോയി ഞാനും അശ്വനും വേഗം വീട്ടിലേക്ക് തിരിച്ചെത്തി. ബസ്സിലെ കുറച്ച് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. അവന് പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഓരോ കാര്യങ്ങൾ ടീച്ചേഴ്സ് വാട്സപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര വലിയ പ്രശ്നം തോന്നിയില്ല. ഓരോ സെക്കൻഡ് വെച്ചിട്ട് അങ്ങനെ വൈകുന്നേരം ഒരു 6:30 ആകുമ്പോൾ അവർ തിരിച്ചെത്തി. ഞാൻ കൂട്ടാൻ പോയി. അങ്ങനെ അവർ തിരിച്ചെത്തി. സ്കൂളിൻ്റെ ഇപ്പുറം ഡ്രോപ്പ് ചെയ്തു ബസ്. അങ്ങനെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയി. ഞാൻ ആദൂട്ടനോട് ഓക്കെയാണോ, ഹാപ്പി ആയിരുന്നോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു പോയത്. ഇന്നും പോകണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.